പ്രിയ പ്രേക്ഷകരെ, ഞാനിപ്പോൾ ഉള്ളത് വെട്ടത്തൂർ ഗഫൂർ മാരാന്തൊടി വീട്ടിനുള്ളത്. എൻ്റെ പിറകിൽ കാണുന്നത് വളർത്തു മത്സ്യത്തിനായുള്ള കുളമാണ്. കഴിഞ്ഞ 7 വർഷമായി ഗഫൂർ വളർത്തു മത്സ്യ കൃഷി നടത്തുകയാണ്. വളരെ വിജയപ്രദമായ ഈ കൃഷിയെക്കുറിച്ചും അതിൻ്റെ സാധ്യതയെക്കുറിച്ചും അതെങ്ങനെ നടത്താം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതെല്ലാം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എങ്ങനെയാണ് ഇത് ഫണ്ടുകൾ വെച്ച് നടപ്പാക്കുക എന്നീ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരികയാണ് ഗഫൂർ. അതോടൊപ്പം അതിൻ്റെ വിപണന രീതികളും ഗഫൂർ നമ്മോട് പറഞ്ഞു തരികയാണ്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ വളർത്തു മത്സ്യ കൃഷിയിൽ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ ഈ വളർത്തു മത്സ്യകൃഷി തുടങ്ങിയിട്ട് ഒരു 6 വർഷം 7 വർഷത്തോളായി. അപ്പം ഈ 2 ഐറ്റംസിലാണ് ഉണ്ടാല്, റാസ് എന്ന രീതിയും പടുതാക്കുളവും. ഇതിപ്പോ ഏതാണ്? ഇത് പടുതാക്കുളമാണ്. പടുതാക്കുളം അല്ലേ? മറ്റേ ബയോഫോക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലും കൃഷി തുടരുന്നുണ്ട്. എങ്ങനെ ഈ വളർത്തു മത്സ്യകൃഷി രീതിയിൽ ചാലിയാർപ്പുഴയുടെ തൊട്ടടുത്താണോ വീട്? അങ്ങനെ എങ്ങനെയാണ് ഈ മത്സ്യകൃഷി? പൊതുവെ നമ്മൾ മത്സ്യവുമായിട്ട് ചാലിയാറുമുള്ള അമിയത്തെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യങ്ങളോട് നമ്മൾ താല്പര്യം കൂടുകയും അത് പുഴയിൽ നിന്നല്ല കരയിലും ചെയ്യാമെന്നുള്ള ഒരു താല്പര്യത്തിന്റെ പ്രകാരമാണ് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ അപേക്ഷിക്കുകയും പ്രത്യേകിച്ച് വായക്കാട് 3-4 പഞ്ചായത്തുകളുടെ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന റോജ മേഡം എന്നൊരു ഓഫീസറുണ്ട്. അവര് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ്. അതുപോലെ ഏത് മത്സ്യമാണ് ഇതിൽ കൂടുതൽ? വരാലിനാണ് ഡിമാൻഡ് കൂടുതൽ. വരാല് തിലോപ്പിയ കുഴപ്പമില്ല പോകുന്നുണ്ട്. മാർക്കറ്റില് വരാലിനാണ് പെട്ടെന്ന് ചൂടപ്പം പോലെ വിറ്റ് തുടങ്ങിയിട്ട് 7 വർഷമായില്ലേ? 7 വർഷത്തോളം ഇടവേള കൃഷികളായിട്ട് ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട്. വരാല് ചെയ്തു, തിലോപ്പിയ ചെയ്തു, അനാബസ്, അതേമാതിരി നെട്ടർ, അങ്ങനെ വിവിധ മത്സ്യങ്ങളുടെ ഇടകൃഷിയായിട്ട് ഇങ്ങനെ തോന്നി. സർക്കാരിന്റെ സഹായം ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. തീറ്റക്ക് അത്രയും കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഈ പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കർഷകരോട്, യുവ വളർത്തു കർഷകരോട് എന്താണ് പറയുക? കർഷകരോട് പറയാനുള്ളത്, ഇത് നമുക്ക് കൃഷി കൂടി ഇതിന്റെ കൂടെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിന്റെ ഈ വേസ്റ്റ് ആയിട്ടുള്ള വെള്ളം അത് നല്ല വളമാണ്. അമോണിയ അടങ്ങിയ വെള്ളം. നമ്മള് കുറച്ച് കൃഷിയും കാര്യമുള്ളവർക്ക് ഉയർന്ന സ്ഥലത്ത് നമ്മൾ കുളങ്ങൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് കണക്ഷൻ ആയിട്ട് കൊടുത്തിട്ട് കൃഷിക്ക് നല്ല നമുക്ക് ആ വളത്തിന്റെ പൈസ ലാഭിക്കാം. എല്ലാ തരം കൃഷികളും നല്ല തളച്ച് വളർന്ന സിറ്റുവേഷൻ അത്. ഇവിടെ തന്നെ നമ്മൾ ഇവിടെ വേണ്ടല്ലേ ചീര അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പിടിക്കാറുണ്ട്. ഏതായാലും ഇത്രയും നേരം വളർത്തു മത്സ്യകൃഷിയെ കുറിച്ച് വിശദമായി പറഞ്ഞതിന് വളരെ നന്ദി.